നമസ്കാരം. വേദജ്യോതിഷ പ്രകാരം നോക്കുകയാണ് എങ്കിൽ കേതു ഗ്രഹത്തെ ഒരു നിഴൽഗ്രഹമായാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ പിന്നോക്കാവസ്ഥയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങളും ഓരോ രാശിക്കാരിലും, അതായത് അതിൻ്റെതായ ദോഷഫലങ്ങൾ ഓരോ രാശിക്കാരിലും വന്ന് ഭവിക്കുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ കേതുവിന്റെ സ്ഥാനമാണ് ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ തീരുമാനിക്കുന്നത്. കാരണം അനുകൂല ഫലങ്ങളെക്കാൾ പല അവസരങ്ങളിലും പ്രതികൂലമായ ഫലങ്ങളാണ് കേതു നിങ്ങൾക്ക് നൽകുക. അതുകൊണ്ട് തന്നെ കേതു രാശി മാറുകയാണ് എങ്കിൽ അത് അപകടകരമായ അവസ്ഥയാണ് നിങ്ങൾക്ക് നൽകുക എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏവർക്കുമല്ല, ചില നക്ഷത്രക്കാർക്ക്. അത്തരത്തിൽ ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹവും ഓരോ നിശ്ചിത സമയത്തിന് ശേഷം രാശിമാറ്റത്തിന് വിധേയമാകുന്നു എന്നതാണ് വാസ്തവം. 2023 ഒക്ടോബർ 30 കേതു കന്നി രാശിയിലേക്ക് മാറിയത്. 2025 വരെ ഈ രാശിയിൽ തന്നെ കേതു സ്ഥിതി ചെയ്യുന്നു. 2024 മറ്റു സംക്രമങ്ങളുടെ അനുസരിച്ച് കേതുവിന്റെ മാറ്റം അതിപ്രധാനമാണ്. മാത്രമല്ല, ചില രാശിക്കാർക്ക് അതുവഴി ധനപരമായ നേട്ടവും സാമ്പത്തിക നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ 2025 വരെ വളരെയധികം നേട്ടങ്ങൾ കൊയ്യുന്നതായ ആ വ്യക്തികൾ, ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ബുധനാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ കേതു നിങ്ങൾക്ക് പല കാര്യങ്ങളും നൽകുന്നതുമാണ്. നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുവാൻ സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ പല തരത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കടന്നു വരിക. ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരും. കരിയറുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വിധിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്നതും നാം മനസ്സിലാക്കേണ്ടതായ കാര്യമാകുന്നു. ഈ സമയം സന്തോഷകരമായ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം മികച്ച സാഹചര്യം ആയതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളാണ് വന്നു ചേരുക. അത് നിങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിക്കുന്നതാകുന്നു. ഏത് പ്രശ്നത്തെയും നേരിടുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം. അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കാരണം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനാൽ തന്നെ ഇരട്ടി നേട്ടങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് എങ്കിൽ ധനനഷ്ടങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് കേതു സംക്രമണം വളരെയധികം ഭാഗ്യം ചെയ്യുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാകുന്നു. എന്നാൽ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ട് എങ്കിൽ അത് വഴിമാറിപ്പോകും. നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശ യാത്രകൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. വിജയം നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങളാണ്. ഒന്നിൽ കൂടുതൽ വിജയങ്ങൾ പല കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കേതുവിന്റെ സംക്രമണം നിങ്ങൾക്ക് പുതിയ വിജയ സാധ്യതകളാണ് കൊണ്ടുവരുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാകുന്നു. ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായ സ്ഥിതി അനുകൂലമായി തീരും.
ജീവിതം ഈ സമയം സന്തോഷകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന സമയമാണ്. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. വരുമാനം പല വഴികളിലൂടെയും വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതം സന്തോഷകരമായി മാറുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പുതിയ തൊഴിൽ അവസരങ്ങൾ പോലും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാണ് എന്ന തിരിച്ചറിവ് വേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് കേതുവിന്റെ ഈ സംക്രമണം വളരെയധികം പ്രതീക്ഷകൾ നൽകുന്നതായ ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം അറിവ് നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കും. അതേപോലെ തന്നെ ശക്തി വർദ്ധിക്കും. മനോബലം തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കഴിവുകൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളിൽ മറഞ്ഞിരിക്കുന്നതായ കഴിവുകൾ പോലും നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യം ഓർക്കുക. യാത്ര ചെയ്യുന്നത് വഴി ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽപരമാകാം, അതെല്ലാം മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് യാത്ര എന്നിരുന്നാൽ പോലും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതം തന്നെ മാറി മറിയുന്നതായ അവസരങ്ങൾ കടന്നു വരും. പണം നിക്ഷേപിക്കുന്നതിന് അനുയോജ്യമായ സമയമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. അതിനാൽ തന്നെ പല നിക്ഷേപങ്ങളിലൂടെയും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ചെലവുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. അത്തരം ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ചിലവ് ഗണ്യമായി തന്നെ കുറയ്ക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരുന്ന, അത്ഭുതപ്പെടുത്തുന്നതായ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. വ്യാഴം സംക്രമിക്കുമ്പോൾ മെയ് മാസമായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് വൃശ്ചികം രാശിക്കാർക്ക് ഏറ്റവും മികച്ച സമയം എന്നതാണ് സത്യം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ സൗഹൃദങ്ങൾ വരികയും അതുവഴി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പല രീതിയിലൂടെയും പണം കൈകളിലേക്ക് വന്നു ചേരും. പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ പല ആശങ്കകളും അവസാനിക്കുന്നതാകുന്നു. പണത്തിന്റെ കാര്യത്തിലുള്ള ആശങ്കകൾക്ക് അയവ് വരും എന്ന് തന്നെ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പ്രതിഫലം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതം തന്നെ മാറി മറിയുന്നതായ അവസ്ഥയിലേക്ക് വന്ന് എത്തും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സന്തോഷം വളരെയധികം വന്നു ചേരുന്നതായ ഒരു സംക്രമണമാണ് ഈ കേതു സംക്രമണം എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. തീർച്ചയായും പ്രവർത്തിക്കുക. നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും.